ഉമ്മൻചാണ്ടി അഴിമതിക്കാരുടെ സംരക്ഷകനായി മാറിയിരിക്കുകയാണെന്നും പാമോലിൻ കേസിൽ വിചാരണ നടത്തിയാൽ മുഖ്യമന്ത്രി പ്രതി ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നും സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സിപിഎം ജില്ലാ സമ്മേളനം സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് ചട്ടഞ്ചാലിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. ചട്ടഞ്ചാൽ ടൗണിനെ ചുവപ്പണിയിച്ച് 1.5 ലക്ഷം പേർ അണിനിരുന്ന റാലിയോടും പൊതുസമ്മേളനത്തോടും കൂടി സിപിഎം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ സിപിഎമ്മിന്റെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന റാലി. മഞ്ചേശ്വരം, കാസർഗോഡ് താലൂക്കുകളിൽ വർഗീയ സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായ പ്രവർത്തനം നടത്താൻ സമ്മേളനം തീരുമാനിച്ചു. ഉമ്മൻചാണ്ടി അഴിമതിക്കാരുടെ സംരക്ഷകനായി മാറിയിരിക്കുകയാണെന്നും പാമോലിൻ കേസിൽ വിചാരണ ചെയ്താൽ പ്രതി ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി എല്ലാ അഴിമതിക്കാരുടെയും ഒരു സംരക്ഷകനായി മാറി ഒരു അഴിമതി ഭരണത്തിലേക്ക് ഈ കേരളത്തെ നയിക്കുകയാണ്. ഈ അഴിമതി രാജ്യം അവസാനിപ്പിക്കുക തന്നെ വേണം. ഓരോ തീരുമാനങ്ങളും മന്ത്രിസഭ എടുക്കുന്നതും അഴിമതിക്ക് കളമൊരുക്കുകയാണ്. പാമോയിൽ കുംഭകോണം അത് നടന്നിട്ട് കുറെ വർഷമായി. ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോഴൊക്കെ ആ കേസ് പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഈ കേസ് കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ടാൽ അന്ന് ഉമ്മൻചാണ്ടി പ്രതി ലിസ്റ്റിൽ ഉൾപ്പെടും. പാമോയിൽ ഇറക്കുമതി നടന്ന ഘട്ടത്തിൽ ധനകാര്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് പാമോയിൽ ഇടപാടിൽ പങ്കുണ്ട്. ദാരിദ്ര്യം ഉപയോഗപ്പെടുത്തിയാണ് മതമാറ്റം നടത്തുന്നതെന്നും പരാതിയില്ലാതെ കേസെടുക്കേണ്ടതാണ് കേരളത്തിൽ നടക്കുന്ന മതപരിവർത്തനമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 5 മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുള്ള ഈ കേരളത്തിൽ മതപരിവർത്തനം 5 സ്ഥലത്ത് നടന്നിട്ട് ഒരു കേസ് പോലും എടുക്കാതിരിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സംരക്ഷണത്തിൽ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഒരു മന്ത്രിസഭ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലപാട് മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കുന്ന സർക്കാരാണോ കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ? വിഴിഞ്ഞം ഹാർബർ പദ്ധതി, ഹൈസ്പീഡ് റെയിൽ കോറിഡോർ, മെട്രോ സിറ്റി, 4 വരി പാത തുടങ്ങിയവയൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ UDFന് അധികാരത്തിലേറാനായി മുസ്ലിം ലീഗിന് വിജയം ലഭിക്കുന്ന തരത്തിൽ പഞ്ചായത്തുകളും നഗരസഭകളും വെട്ടിമുറിക്കാൻ ഒരുങ്ങുകയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. സമാപന സമ്മേളനത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ, KK ശൈലജ ടീച്ചർ, MV ഗോവിന്ദ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. സിപിഎം ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന ബഹുജന റാലിയുടെയും റെഡ് വളണ്ടിയർ മാർച്ചിന്റെയും ദൃശ്യങ്ങളിലേക്ക് 1.5 ലക്ഷത്തോളം പേർ അണിനിരുന്ന സമാപന റാലിയിൽ ചട്ടഞ്ചാൽ ചുവന്നു തൊടുത്തു. ഞായറാഴ്ചത്തെ സായാഹ്നത്തിൽ ചട്ടഞ്ചാൽ ചെങ്കടലായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഒഴുകിയെത്തിയ 10,000-ങ്ങളാൽ ദേശീയപാതയും സമാപന സമ്മേളന നഗരിയും നിറഞ്ഞു കവിഞ്ഞു. 5000-തോളം റെഡ് വളണ്ടിയർമാരും ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളും സമാപന റാലിക്ക് മുൻവശത്തായി അണിനിരന്നു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയിൽ വിവിധ പ്രാദേശിക ജാഥകൾ നീങ്ങി. 1.5 ലക്ഷത്തോളം പേർ അണിനിരന്ന റാലിയാണ് സിപിഎം ജില്ലാ സമ്മേളന ഭാഗമായി ഒരുക്കിയത്. ചട്ടഞ്ചാലിലെ ജനസാഗരം ജില്ലയിൽ സിപിഎമ്മിന്റെ സംഘശക്തി തെളിയിക്കുന്നതായിരുന്നു. പൊതുസമ്മേളന റാലിയിലെ വനിതകളുടെ പങ്കാളിത്തം, സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതായി. റെഡ് വളണ്ടിയർ മാർച്ച് പൊതുസമ്മേളന നഗരിയായ അഡ്വക്കേറ്റ് പുരുഷോത്തമൻ നഗറിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ആയിരങ്ങളാൽ സദസ്സ് നിറഞ്ഞു. KP സതീഷ് ചന്ദ്രൻ സിപിഎം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് തുടർച്ചയായ 3-ാം തവണ. 33-അംഗ ജില്ലാ കമ്മിറ്റിയും നിലവിൽ വന്നു. 31-അംഗ സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം 33-ആയി ഉയർന്നു. 7 പേർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ 9 പേർ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു.
ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞവരിൽ മുതിർന്ന നേതാക്കളായ AK നാരായണൻ, P അമ്പാടി എന്നിവർ ഉൾപ്പെടും. പുതുതായി എടുത്ത 9 പേരിൽ നേരത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട VV രമേശനും ഉൾപ്പെടും. വീണ്ടും ജില്ലാ സെക്രട്ടറിയായി KP സതീഷ് ചന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് തുടർച്ചയായ 3ാം തവണയാണ് മുൻ MLA കൂടിയായ KP സതീഷ് ചന്ദ്രനെ CPM ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത്. റെയിൽവേ ബജറ്റിൽ ഇടം പിടിച്ച നിർദ്ദിഷ്ട കാഞ്ഞങ്ങാട് കാണിയൂർ പാത ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് CPM ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. 36 ലക്ഷത്തോളം കുടുംബങ്ങൾ അംഗങ്ങളായ കുടുംബശ്രീയെ തകർക്കാനുള്ള സർക്കാർ നീക്കം പിൻവലിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പിന്റെ പദ്ധതിയായ MSDP സെക്ടറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം MSDP പദ്ധതിയിൽ ജില്ലയിലെ മുഴുവൻ ബ്ലോക്കുകളെയും ഉൾപ്പെടുത്തണമെന്നും സമ്മേളനം പ്രമേയത്തിൽ ഉന്നയിച്ചു. തുളു ഭാഷയെ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും സമ്മേളന പ്രമേയം ആവശ്യപ്പെട്ടു.